നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഇത് എൻ്റെ ഓസ്ട്രേലിയൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട 7ാമത്തെ എപ്പിസോഡാണത്. കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് 6ാമത്തെ എപ്പിസോഡിൽ, ഈ സൂവിൽ നമ്മൾ വന്ന് പ്രവേശിക്കുന്നതോടുകൂടിയായിരുന്നല്ലോ ഞാൻ അവസാനിപ്പിച്ചത്. ഇതാണ് ടറോങ്ക സൂ. അകത്തേക്ക് കയറിയ ഞാൻ ആദ്യം സ്വല്പം വിശ്രമ സ്ഥലത്തേക്ക് പോയി, റെസ്റ്റോറൻറ്റിൽ പോയി ആവശ്യമുള്ള പാനീയങ്ങൾ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കഴിച്ചതിന് ശേഷം, കുറേ ഫ്രഷായതിനു ശേഷം അകത്തേക്ക് പ്രവേശിച്ചു. ആദ്യം കണ്ടത് അവിടുത്തെ ഒരു ഷോപ്പാണ്, സൂ ഷോപ്പ്. ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം അവിടെ എല്ലാം മൂടി പിടിപ്പിച്ച് സാധനങ്ങളെല്ലാം കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസുമായി ബന്ധപ്പെട്ട പല സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഈ വന്ന വിനോദസഞ്ചാരികൾ പലരും അതിൽ കയറി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കതിനൊന്നും കൂടുതൽ താല്പര്യമില്ല, കാരണം സമയമില്ലല്ലോ. എൻ്റെ ഉദ്ദേശവും അതൊന്നും അല്ലല്ലോ. ഞാൻ നേരെ എൻട്രൻസ് ഗേറ്റിലേക്ക് പോയി. വിശാലമായ എൻട്രൻസ് ഗേറ്റ്. ടിക്കറ്റ് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളത് കാരണം എനിക്ക് കൂടുതൽ സമയം അവിടെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തേക്ക് നമുക്ക് കയറാമായിരുന്നു. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ സൂവും അതിനോടനുബന്ധപ്പെട്ട ഒരു ഡയഗ്രാമും അവർ തരും. അതനുസരിച്ച് നമുക്ക് സൂ കംപ്ലീറ്റുമായിട്ട് കറങ്ങി നമുക്ക് സ്വയമേയ എല്ലാം കണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിലെല്ലാം അതിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും എനിക്കെൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിലൊന്ന് കങ്കാരുവിനെ കാണുക എന്നുള്ളതായിരുന്നു. ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ കങ്കാരു ഇല്ലാതെ എന്ത് ജീവിതം, അല്ലെങ്കിൽ കങ്കാരു ഇല്ലാതെ എന്ത് ഓസ്ട്രേലിയ എന്ന് ചോദിച്ചതുപോലെ അതിനെ കാണാൻ വേണ്ടിയായിരുന്നു ഞാൻ എൻ്റെ ടിക്കറ്റ് പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ഗേറ്റിലുണ്ടായിരുന്ന ടിക്കറ്റ് എക്സാമിനർ എൻ്റെ ടിക്കറ്റ് സ്കാൻ ചെയ്തു അകത്തേക്കുള്ള പ്രവേശനം അനുമതി തന്നു. അങ്ങനെ അകത്തേക്ക് കയറിയതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള ഓരോരോ സ്ഥലങ്ങൾ ഡിറ്റക്റ്റ് ചെയ്തു, ഏതൊക്കെ ഭാഗത്തേക്ക് ആദ്യം പോകണം എന്നുള്ളത്. സിഡ്നിയിൽ നിന്നും ടങ്കാരോ മൃഗശാലയിലേക്ക് സർക്കുലർ കോയിൽ നിന്ന് നേരിട്ട് ഫെറിയിൽ വന്ന് മൃഗസംരക്ഷണ കേന്ദ്രം സന്ദർശിക്കുമ്പോഴുള്ള ആദ്യത്തെ അപ്രതീക്ഷിത ആനന്ദം, അതാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വിശ്രമകരമായ പാതകളും ഓസ്ട്രേലിയയുടെ വ്യത്യസ്തമായ ചില വന്യജീവികളെ കാണാനുള്ള അവസരവും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അതുപോലെ തന്നെ ഏരിയൽ ബോട്ട് ഷോയിൽ ഇരിപ്പിടത്തിൽ നിന്നും ഇവിടെ നിന്നും ഒരു 1/2 കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ ആ സ്ഥലത്ത് എത്തുകയുള്ളൂ. ഹാർബർ പാലത്തിൻ്റെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളും മുൻകൂട്ടി ബുക്ക് ചെയ്ത് കോലകളെ കാണാനുള്ള അവസരങ്ങളും രാത്രി താമസിച്ച് മൃഗശാലയിൽ ക്യാമ്പ് ചെയ്യാനുള്ള അവസരം എല്ലാം ഇവിടെ ഒരുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ യാത്രയെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും തന്നെ ഞാൻ താല്പര്യമുള്ളവനായിരുന്നില്ല. കാരണം എൻ്റെ യാത്രയുടെ ലക്ഷ്യവും ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ പുതുവർഷം പിറക്കുന്നത് സിഡ്നിയിൽ ഡിസംബർ 31 അർദ്ധരാത്രിയിൽ സിഡ്നി ഒപ്പേറ ഹൗസിൽ നടക്കുന്ന ഫയർ വർക്ക്സ്, ഇതൊക്കെയാണ് എൻ്റെ പ്രധാന സബ്ജക്റ്റ്. ഈ ഓസ്ട്രേലിയ സന്ദർശിക്കുമ്പോൾ ഇതിനുള്ള പ്രധാന സബ്ജക്റ്റും അതൊക്കെ തന്നെയായിരുന്നു. ഞാൻ ഈ മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ, അതായത് സൂവിൽ എത്തിക്കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മൃഗശാല വളരെ വലുതാണ്. ഇതെല്ലാം കാണാൻ ഒരു ദിവസം മുഴുവൻ പ്ലാൻ ചെയ്തു വന്നെങ്കിൽ മാത്രമേ ഏകദേശം കുറച്ച് ഭാഗങ്ങളും കണ്ടു തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വൈവിധ്യമാർന്ന മൃഗങ്ങളുണ്ട്. അവയെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങൾ നൽകുന്ന ബോർഡുകളുണ്ട്, അത് ക്ലാസ്സുകളുണ്ട്. ലോകത്ത് വളരെ അപൂർവമായി കാണുന്ന പല രീതിയിലുള്ള മൃഗങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ ഒന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ ഇനത്തിൽപ്പെട്ട ഒരു പ്രത്യേകതരം കുരങ്ങിൻ്റെ വാസസ്ഥലമായിരുന്നു അത്. ഈ സൂവിൽ, ഈ മൃഗശാലയിൽ നമ്മൾ നടന്ന് നീങ്ങുന്നതനുസരിച്ച് പല ഭാഗങ്ങളിലും പല ഭക്ഷണശാലകളുണ്ട്. മൃഗശാലയിലെ ഭക്ഷണശാലകൾക്ക് അമിത വിലയും തിരക്കും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് തന്നെ വരണം. അതിനായി പ്ലാൻ ചെയ്യുക. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് മൃഗശാലയുടെ പ്രവേശന കവാടത്തിലേക്ക് മലഞ്ചെരുവിലേക്കും നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി സൗജന്യ ബസ് സർവീസ് ഉണ്ട്. അത് നമുക്ക് ആക്കാവുന്നേ ഉള്ളൂ. ഈ മൃഗശാലയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് മലഞ്ചെരുവിലൂടെ ഒരു ഷട്ടിൽ പിടിച്ച സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും. തുറമുഖത്തിൻ്റെ, അതായത് ഹാർബറിൻ്റെ വളരെ മെച്ചപ്പെട്ടൊരു കാഴ്ച നമുക്കവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ അപൂർവത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചൂട് സമയമായത് കാരണം അതിന് എവിടെ നിന്ന് വിശ്രമിക്കാൻ ഒളിക്കാൻ പറ്റും എന്ന രീതിയിൽ തിരഞ്ഞ് നടക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഉച്ച സമയമായത് കാരണം നല്ല ചൂടുണ്ട്. ഞാൻ വന്നത് രാവിലെ ഒരു 11 മണിക്ക് ഇവിടെ എത്തിയെങ്കിൽ കൂടി ഇപ്പോൾ 12-1 മണിയാകുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. അത് കാരണം
മൃഗങ്ങളെയും ഇതുപോലുള്ള ചെറിയ ചെറിയ ജീവികളെയൊക്കെ കാണാൻ വളരെ ബുദ്ധിമുട്ട്. അതെല്ലാം വളരെ ഒതുങ്ങി അതിൻ്റെ മാളങ്ങൾ ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. കങ്കാരുവിനെ കിട്ടി. ഇത് എനിക്കൊരു വളരെ ആവേശത്തോടെ ഞാൻ നിൽക്കുകയായിരുന്നു. കങ്കാരുവിനെ കാണാൻ വേണ്ടി ആദ്യമായിട്ട് കാണുകയല്ലേ, നേരിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു രീതി. അതിന് തൊട്ടപ്പുറത്ത് മാറി ഒരു കങ്കാരു അമ്മ എൻ്റെ കുഞ്ഞിന് മുല കൊടുക്കുന്നൊരു ഭാഗം, വളരെ മനോഹരമായൊരു കാഴ്ച. അത് ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് എൻ്റെ വീഡിയോയിൽ അത് പകർത്തി. മിക്ക മൃഗശാലകളും സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം തിരക്ക് കുറഞ്ഞ പ്രവൃത്തി ദിനങ്ങളിലാണ്. രാവിലെയോ ഉച്ച കഴിഞ്ഞോ സന്ദർശിച്ച് ഉച്ചവെയിലിൻ്റെ കാഠിന്യം ഒഴിവാക്കുക. തണുപ്പുള്ള ഈ സമയങ്ങളിൽ കൂടുതൽ സജീവമായ മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയും കൂടുതലാണ്. തണുപ്പ് പിടിച്ച് ഓരോരോ മൃഗങ്ങൾ എല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് മറ്റുമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം ഞാൻ എത്തിപ്പെട്ട സമയം ഉച്ചയായിരുന്നു, അതുകൊണ്ടായിരുന്നു അത്രയും പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നത്. ന്യൂ ഗിനിയയിലും തൊട്ടടുത്ത ദ്വീപുകളിലും വടക്കുകിഴക്കൻ ആസ്ട്രേലിയയിലും കാണപ്പെടുന്ന പറക്കാനാവാത്ത ഒരു കൂറ്റൻ പക്ഷിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കസോവാരി. കൊടുങ്കാടുകളിൽ ഒളിച്ചു കഴിയുന്ന പക്ഷികളാണ് ഇവ തീറ്റ തേടുന്നതും കൂട് കൂട്ടുന്നതുമെല്ലാം കാടിനകത്ത് തന്നെയാണ്. ഈ പക്ഷികൾക്ക് 1.5 മീറ്ററാണ് ഉയരം. ഞാൻ കണ്ട സൂവിനെക്കുറിച്ചുള്ള കാഴ്ചകൾ കൂടുതൽ വിളിച്ചു നീട്ടുന്നില്ല. സാധാരണ മൃഗശാലയിൽ കാണാവുന്നതിൽ അതിനെ സംബന്ധിച്ചുള്ള അതുപോലുള്ള മൃഗങ്ങൾ മാത്രമേ നമുക്കവിടെ കാണാൻ പറ്റൂ, അല്ലെങ്കിൽ ഉള്ളൂ എന്ന് കരുതുന്നതായിരിക്കും നല്ലത്. ഞാൻ പെട്ടെന്ന് തന്നെ മടക്കയാത്ര ആരംഭിച്ചു. അതിൻ്റെ പ്രധാന കാരണം മണി 2 ആകുന്നു. ഇനി എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ എത്തണം, ഒപ്പേറ ഹൗസിനടുത്ത് എത്തണം, നമ്മുടെ ഹാർബർ ബ്രിഡ്ജിനടുത്തെത്തണം, ബാക്കിയുള്ള കാര്യങ്ങളൊരു ഇരിപ്പിടം കണ്ടുപിടിക്കണം. അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് നേടാനുള്ളത് കൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു. സൂര്യന് കൂടുതൽ നേരം ചിലവഴിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. എൻ്റെ മടക്കയാത്രയാണ് ഇത്. എത്രയും പെട്ടെന്ന് എനിക്ക് ആ ഹാർബറിൽ എത്തണം, സർക്കുലർ ക്വയറിൽ എത്തണം. അവിടെ എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത പരിപാടികൾ മുന്നോട്ട് നീങ്ങാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് സൂവിലുള്ള കാഴ്ചകളെല്ലാം നിർത്തി മടക്കയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. സിഡ്നി ഹാർബറിലെ മനോഹരമായ വെടിക്കെട്ട് പ്രകടനങ്ങൾക്ക് സിഡ്നിയിലെ പുതുവത്സരാഘോഷങ്ങൾക്ക് പ്രശസ്തമാണ്. ക്രൂയിസുകൾ, മേൽക്കൂരകൾ, പാർട്ടികൾ എന്നിവ മുതൽ ടഗോര മൃഗശാലയിലും റോയൽ ബോട്ടാണിക് ഗാർഡനിലും കുടുംബങ്ങൾക്ക് അനുയോജ്യമായ പരിപാടികൾ വരെ ഇവിടെയുണ്ട്. 2025 കൗണ്ട് ഡൗൺ ആരംഭിക്കുമ്പോൾ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഡംബരപൂർവമായ വെടിക്കെട്ടുകൾ ഒന്നായ സിഡ്നി ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പുതുവത്സര ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണ്. കരിമരുന്ന് പ്രയോഗം കാണാൻ 10 ലക്ഷത്തിലധികം ആളുകളെ നഗരത്തിൻ്റെ തുറമുഖത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വർഷം സിഡ്നി ഹാർബർ പാലത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള 80 പുതിയ സ്ഥലങ്ങളിൽ നിന്നാണ് വെടിക്കെട്ട് ആരംഭിക്കുന്നത്. ഈ കൂട്ടിച്ചേർക്കൽ ഐക്കോണിക് ലാൻഡ്മാർക്കിൻ്റെ ഇരുവശത്തു നിന്നും കൂടുതൽ മനോഹരമായ ഒരു പ്രദർശനം ഉറപ്പാക്കുന്നു. തുറമുഖത്തിന് കുറുകെയുള്ള കാഴ്ചക്കാർക്ക് മറക്കാനാവാത്ത കാഴ്ച ലഭിക്കുമെന്നാണ് ഉറപ്പാക്കുന്നത്. നമ്മൾ ആ പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ഏകദേശം 10 മണിക്കൂർ, അപ്പോൾ ഇപ്പോൾ മണിക്കൂർ 2 ആയി, ഉച്ച കഴിഞ്ഞ് 2 മണിയായി. അപ്പോൾ 10 മണിക്കൂറും കഴിയുമ്പോൾ രാത്രി 12 മണിക്ക് ഈ ഭാഗത്തെല്ലാം നടക്കാൻ പോകുന്ന കാഴ്ചകൾ എന്തെന്ന് നമുക്കൊന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. കണ്ടു തന്നെ മനസ്സിലാക്കണം. ഇവിടെ 10 ലക്ഷം ആൾക്കാരെ എങ്ങനെ ഇവർ കൺട്രോൾ ചെയ്യും, എങ്ങനെ ഇവർ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അതിശയമാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സ്ഥലത്ത് എത്തിച്ചേരുന്നതും ഇതുപോലെ ക്രൗഡിൽ അകപ്പെടാൻ പോകുന്നതും. പക്ഷേ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കാരണം ഒരു ധൈര്യമുണ്ട്. എവിടെ മറിഞ്ഞാലും എവിടെ മിസ്സിങ് ആയാലും അടുത്ത ദിവസമെങ്കിലും നമുക്ക് നമ്മുടെ താമസ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റിയേക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ കൂട്ടത്തോടെയാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇവിടെ വന്ന് ഈ പരിപാടി കാണാൻ സാധിക്കുകയില്ല. കാരണം 10 പേരും 10 ദിക്കിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയധികമാണ്. കാരണം 10 ലക്ഷം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പരിസരങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വർണ്ണാതീതമാണ്. അത് അനുഭവിച്ച് മാത്രമേ ആ അനുഭവങ്ങൾ വിശദീകരിച്ച് തരാൻ സാധിക്കുകയുള്ളൂ. കോക്കോറ്റ് ദ്വീപ് മുതൽ പോയിന്റ് പേപ്പർ വരെ സിഡ്നി തുറമുഖത്തിൻ്റെ 7 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന വെടിക്കെട്ട് ഒരു ദൃശ്യവിസ്മയം തന്നെ ഇന്ന് രാത്രി സൃഷ്ടിക്കും. നൂതനമായ കരിമരുന്ന് പ്രയോഗങ്ങളും പുതിയ ആകാശ പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെടെ 9 ടണ്ണിലധികം വെടിക്കെട്ട് നടത്തും. അതിൽ അതിശയിപ്പിക്കുന്ന രൂപീകരണങ്ങളും മിന്നുന്ന പ്രദർശനങ്ങളും ഉണ്ടായിരിക്കും. നമ്മൾ അതിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ബോട്ട് അടുക്കുകയാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക്. അവിടെ ഇറങ്ങി ഞാൻ ആ തുറമുഖത്ത് ആ ജെട്ടിയിൽ ഇറങ്ങി ഒപ്പേറ ഹൗസിലേക്കൊന്ന് പോവുകയാണ്. അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കുക, എങ്ങനെയുണ്ട് ക്രൗഡ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി.
ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ആൾക്കാരെല്ലാം സ്ഥലങ്ങൾ വന്ന് വിരി വെച്ച് അവരെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എങ്കിലും എന്താണ് സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ, മനസ്സിലാക്കണമല്ലോ. നമുക്ക് എവിടെ പോയി താവളം ഉറപ്പിക്കാൻ പറ്റും അതൊക്കെ കണ്ടുപിടിക്കണമല്ലോ. ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ഫ്രീ ആണ്. അതുകൊണ്ട് ഒരു വിഷമമില്ല. എവിടെയെങ്കിലും പോയി ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാം എന്നുള്ള ധൈര്യമുണ്ട്. പക്ഷേ ക്രൗഡിൽ നിന്നും രാത്രി എങ്ങനെ രക്ഷപ്പെടുന്നൊരു ആവലാതി മനസ്സിൽ കിടപ്പുണ്ട്. സാരമില്ല, നോക്കാം. വരുന്നത് വെച്ച് കാണാം അല്ലേ. ആ അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വെടിക്കെട്ട് സംബന്ധിച്ചുള്ള കാഴ്ചകളും അതിമനോഹരമായ ഈ സിഡ്നിയിലെ കാഴ്ചകളും ആയി ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ അടുത്ത് വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.